ആണെങ്കിലും നമ്മൾ ധരിക്കുന്ന വാച്ചുകളിലും ഉപയോഗിക്കുന്ന ക്ലോക്കുകളിലുമെല്ലാം ക്വാർട്സ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, പക്ഷെ എന്തിനാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല. ഇതേതെങ്കിലും കമ്പനിയുടെയോ കമ്പനി ഉടമയുടെയോ പേരാണോ? ഒരിക്കലുമല്ല. ക്വാർട്സ് എന്നത് നമ്മുടെ ഭൂമിയിൽ വളരെ വലിയ അളവിൽ കാണപ്പെടുന്ന ഒരു പൈസോ ഇലക്ട്രിക് മിനറലാണ്. ഇതിന് വളരെ വലിയ ഒരു പ്രത്യേകതയുണ്ട്. അതിങ്ങനെയാണ്: ക്വാർട്സിലൂടെ ഒരു നിശ്ചിത അളവിൽ കറണ്ട് കടത്തിവിടുമ്പോൾ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ ഒരു സെക്കൻഡിൽ ഇത് ഓക്സിലേറ്റ് ചെയ്യുന്നു. ആ ഫ്രീക്വൻസിയാണ് 32,768 ഹാർട്സ്. എന്തിനാവാം ഇവ ക്ലോക്കുകളിലും വാച്ചുകളിലും സ്ഥാപിച്ചിരിക്കുന്നത്? ഈ ക്വാർട്സ് ക്രിസ്റ്റലുകൾ സ്ഥാപിച്ചിരിക്കുന്ന ക്ലോക്കുകളിലെയും വാച്ചുകളിലെയും ഇടം അതിന്റെ ഹൃദയഭാഗമായി കണക്കാക്കപ്പെടുന്നു. എന്തായിരിക്കാം ഇതിന്റെ പ്രത്യേകത? അതിങ്ങനെയാണ്: മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശ്രവണപരിധി എന്നത് 20 തൊട്ട് 20,000 ഹാർട്സ് വരെയുള്ള ഫ്രീക്വൻസികളാണ്. എന്നാൽ ഈ ക്വാർട്സ് ക്രിസ്റ്റലുകൾ ഓക്സിലേറ്റ് ചെയ്യുന്നത് 32,768 ഫ്രീക്വൻസിയിലാണ്. അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശ്രവണ പരിധിക്കും അപ്പുറം. അതുകൊണ്ട് തന്നെ ഇവ സ്ഥാപിച്ചിരിക്കുന്ന ക്ലോക്കുകളിൽ നിന്നും വാച്ചുകളിൽ നിന്നും ശബ്ദമുണ്ടാവില്ല. ഇതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം ഇങ്ങനെയാണ്: ക്ലോക്കുകളിലും വാച്ചുകളിലും സ്ഥാപിച്ചിരിക്കുന്ന ബാറ്ററിയിൽ നിന്ന് ലഭിക്കുന്ന ഇലക്ട്രിക്കൽ എനർജി മൂലം ഈ ക്വാർട്സ് ക്രിസ്റ്റലുകൾ ഒരു സെക്കൻഡിൽ 32,768 തവണ ഓക്സിലേറ്റ് ചെയ്യുന്നു. ഓരോ ഓക്സിലേഷനുകളും വോൾട്ടേജിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു. ഈ വോൾട്ടേജ് വ്യത്യാസത്തെ ഒരു പ്രത്യേക ഇലക്ട്രിക് സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുമ്പോൾ ഈ ഇലക്ട്രിക് സർക്യൂട്ട് എത്ര പ്രാവശ്യം വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ടായി എന്ന കണക്കെടുക്കുന്നു. ആ കണക്കെടുപ്പിലൂടെ 32,768 എന്ന സംഖ്യ ലഭിക്കുന്നിടത്ത് ഒരു സെക്കൻഡായി എന്ന് ബോധ്യമാവുന്നു. അങ്ങനെ ഈ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന മോട്ടോർ വഴി നമ്മുടെ ക്ലോക്കിലെ സെക്കൻഡ് സൂചി ഒരു തവണ നീങ്ങുന്നു. അതായത് ഒരു സെക്കൻഡ്. അങ്ങനെ ഈ പ്രക്രിയ നിരന്തരമായി നടക്കുന്നു. അങ്ങനെ സെക്കൻഡ് സൂചി നീങ്ങുന്നത് വഴി മിനിറ്റ് സൂചിയും മിനിറ്റ് സൂചി വഴി മണിക്കൂർ സൂചിയും നീങ്ങുന്നു. അങ്ങനെ വളരെ കൃത്യമായി സമയം നമുക്ക് കാണിച്ചു തരുന്നു. എന്തായിരിക്കാം ഈ ക്വാർട്സ് ക്ലോക്കിനെ മറ്റു ക്ലോക്കുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്? മറ്റു മെക്കാനിക്കൽ ഓട്ടോമാറ്റിക് ക്ലോക്കുകളിൽ നിന്നും ഈ ക്വാർട്സ് ക്ലോക്കിനെ വ്യത്യസ്തനാക്കുന്നത് അതിന്റെ കൃത്യത തന്നെയാണ്. വളരെ അക്യുറേറ്റ് ആയും വ്യക്തമായും ഈ ക്വാർട്സ് ക്ലോക്കുകൾ സമയം കാണിക്കുന്നു. ആരായിരിക്കാം ആദ്യമായി ഈ ക്വാർട്സ് ക്ലോക്കുകൾ കണ്ടുപിടിച്ചതും വിപണിയിൽ ഇറക്കിയതും? 1970-ൽ സീക്കോ എന്ന ജാപ്പനീസ് കമ്പനിയാണ് തങ്ങളുടെ സീക്കോ ക്വാർട്സ് ആസ്ട്രോൺ 355Q എന്ന എഡിഷനിലൂടെ ആദ്യമായി ഈ ക്വാർട്സ് ക്ലോക്കുകൾ വിപണിയിൽ ഇറക്കുന്നത്. അന്ന് അതിന്റെ വില ഏകദേശം 45,000 yen ആയിരുന്നു. അതായത് ഏകദേശം 2,64,346.12 ഇന്ത്യൻ രൂപ. ഇതൊരു പുതിയ അറിവായി തോന്നിയാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.